സോ വിനീഷ്യസ് ജൂനിയർ ബൈലാവിനി ബൈലാവിനി എന്ന് പറയണ്ട വിനി ജൂനിയർ, ക്യാൻ യു പ്ലീസ് ഡാൻസ് ആഫ്റ്റർ സ്കോറിങ് ദ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം താങ്കളൊന്ന് ഡാൻസ് ചെയ്യോ എന്ന് പറയേണ്ട അവസ്ഥയാണ് റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. വിനീഷ്യസ് ജൂനിയറുമായിട്ട് സംബന്ധിച്ച് കുറച്ച് ഹോട്ട് ടോപ്പിക്. സാബി അലൻസോ റയൽ മാഡ്രിഡ് ടീമിലോട്ട് കോച്ചായി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും തന്നെ വരാൻ തുടങ്ങി. അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. എംബാപ്പെ വന്നതിന് ശേഷം തന്നെ ആ ഒരു റയൽ മാഡ്രിഡ് ടീമിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ പുറത്ത് പോകുമോ? വിനീഷ്യസ് ജൂനിയറിന് സൗദിയിൽ നിന്നൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സാലറി പാക്കേജ്, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് രഹസ്യമായ അങ്ങടിപ്പാട്ടാണ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. അപ്പോൾ വളരെ ക്രെഡിബിളായിട്ടുള്ളൊരു സോഴ്സ് അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. വിനീഷ്യസ് ജൂനിയറിൻ്റെ സാലറി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഗോൾ സ്കോറിങ് ഡ്രോട്ട്, ആ ഒരു വരൾച്ച, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കഷൻ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം, വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ടീമിൻ്റെ ഒരു ലെജൻഡാണ്. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അദ്ദേഹം ഓൾറെഡി ഒരു ലെജൻഡായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, സംഭവം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഓൺ ദ ഫീൽഡിൽ വിനീഷ്യസ് ജൂനിയർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ദാറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ദാറ്റ്സ് എ ക്ലാസ് പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും വിനീഷ്യസ് ജൂനിയറിൻ്റെ. റയൽ മാഡ്രിഡ് ടീമിൽ നിന്നും അത്രയും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ. സംഭവം ശരിയാണ്, വിനീഷ്യസ് ജൂനിയർ ഒരു 250 മത്സരത്തിൽ നിന്നും 102-105 ഗോൾ മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ വെൻ കമ്പയറിംഗ് ടു അതേഴ്സ്. ഓക്കെ, ഇപ്പോൾ എംബാപ്പെ വന്നതിന് ശേഷം 59 മത്സരത്തിൽ നിന്നും 59 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എംബാപ്പയുടെ ഒരു ക്ലാസ്, ദാറ്റ്സ് ഡിഫറൻറ്റ്. വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 60 മത്സരത്തിൽ നിന്നും 34 ഗോളോ 30 ഗോൾ മാത്രമേ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ മേ ബി കഴിയുള്ളൂ. പക്ഷേ ആ ഒരു 30-34 ഗോൾ സ്കോർ ചെയ്യുന്നത് വിനീഷ്യസ് ജൂനിയർ എപ്പോഴൊക്കെ ആയിരിക്കും? ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടറിൽ റൗണ്ട് ഓഫ് 16 ഫൈനലിൽ ഇവിടേക്ക് ആയിരിക്കും വിനീഷ്യസ് ജൂനിയർ ആ ഒരു ഗോൾ സ്കോർ ചെയ്യാം. ഓക്കെ, അതാണ് ആ വിനീഷ്യസ് ജൂനിയറിൻ്റെ ക്ലാസ്. ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് അദ്ദേഹം നല്ലപോലെ ഫോം ആവുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡ് വേഴ്സസ് സെവിയ മാച്ചിൽ അദ്ദേഹം അത്യാവശ്യം നല്ല പെർഫോമൻസാണ് അദ്ദേഹം പുൾ ഓഫ് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ്. സംഭവം ശരിയാണ്, അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. ആകെ ഒരു ഷോട്ട് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ടാർഗറ്റാണ്. പക്ഷേ ആ ഒരു മാച്ച് ഞാൻ ലൈവായി കണ്ട ഒരാളാണ്. ഓക്കെ, അത് വിനീഷ്യസ് ജൂനിയർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ വിനീഷ്യസ് ജൂനിയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് റയൽ മാഡ്രിഡ് ഓഡിയൻസ് അദ്ദേഹത്തെ ബൂ ചെയ്തു. അതിപ്പോൾ ബെർണാബിയിൽ അതൊരു സ്ഥിരം കാഴ്ചയാണ്. ഓക്കെ, അവരുടെ പ്ലേയേഴ്സിനെ കൂക്കി വിടുക എന്നുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൂക്കി വിളി കിട്ടിയിട്ടുണ്ട്, ടോണി ക്രൂസിന് കൂക്കി വിളി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം പേർക്ക് അവിടെ കൂക്കുവിളി കിട്ടിയിട്ടുണ്ട്. അത് ഒരു പെർഫോമൻസ് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് അവരൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കാണികൾക്ക് അവരവരുടെ എക്സ്പ്രഷൻ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് സ്റ്റേഡിയത്തിലുണ്ട്, അവർക്കത് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണത്. റൊണാൾഡോയെ കൂക്കിയ സമയത്ത് പിന്നെ ആ കളിയിൽ തന്നെ ഒരു ബാങ്ങർ ഗോൾ സ്കോർ ചെയ്ത് റൊണാൾഡോ തിരിച്ചു വന്നു. അത് വേറൊരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി. അതിനോട് ഇത് മാച്ച് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. വിനീഷ്യസ് ജൂനിയറിനെ മാച്ച് ചെയ്യാൻ പറ്റും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് മെൻറ്റാലിറ്റിയുള്ള ഒരാളാണ്. ഏത് എവേ മാച്ചസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും റയൽ മാഡ്രിഡ് ടീം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ കാലിൽ ബോൾ കിട്ടിയോ അപ്പോൾ കൂക്കില്ല. ഏത് അവേ മാച്ചസ് എടുക്കാം. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മതി, അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ അവേ മാച്ചസിൽ ഏറ്റവും കൂടുതൽ കൂക്കുവിളി കിട്ടുന്നത് വിനീഷ്യസ് ജൂനിയറിനാണ്. ഇത് എന്ത് കാരണം എന്നറിയില്ല. ആ ഒരു 2023-24 സീസണിലൊരു സ്പെസിഫിക് ഇൻസിഡൻറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റേസിസം എന്ന ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം. വലൻസിയയിൽ അവിടെ അവേ മാച്ചിൽ പോയിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് റേസിസം അനുഭവപ്പെടുന്നു. പക്ഷേ ആ മാച്ചിൽ 2 ഗോൾ സ്കോർ ചെയ്ത് വിനീഷ്യസ് ജൂനിയർ ആ ഒരു മാച്ച് റയൽ മാഡ്രിഡിനെ വിജയിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ ഒരു നോൺ പേഴ്സൺ തന്നെ അദ്ദേഹത്തെ മങ്കി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ റേസിസം ചെയ്യുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു സിറ്റുവേഷൻസിലൂടെ പോകേണ്ടി വന്നു. പക്ഷേ ആ സമയത്ത് വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിൻ്റെ വൺ ഓഫ് ദി നല്ല ഏറ്റവും ടോപ്പ് പ്ലെയർ ആയിരുന്നു അദ്ദേഹം. ആ ഒരു ടോപ്പ് പ്ലെയർ പൊസിഷൻ അദ്ദേഹം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം അതൊരു എനർജിയായിട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ടത് ആ ഒരു സീസണിൽ റയൽ മാഡ്രിഡ് ലാലിഗയും ചാമ്പ്യൻസ് ലീഗും എല്ലാം ട്രോഫി അടിക്കുന്നതാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രിബ്യൂഷനോട് കൂടി. ബാക്കിയുള്ളവരില്ല എന്നല്ല കേട്ടോ. പക്ഷേ വിനീഷ്യസ് ജൂനിയറിൻ്റെ വൺ ഓഫ് ദി മെയിൻ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ആ ഒരു മാച്ചിൽ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബിഗ് പ്ലെയറാണ് റയൽ മാഡ്രിഡ് ടീമിൽ. ഓക്കെ, ആഫ്റ്റർ സാബി അലൻസോ അറൈവിങ്, അതിന് മുമ്പ് ആഫ്റ്റർ എംബാപ്പെ വന്ന് തുടക്ക സമയത്തൊക്കെ വിനീഷ്യസ് ജൂനിയർ നല്ലൊരു ഫോമിൽ നല്ല കത്തി നിൽക്കുകയായിരുന്നു. എംബാപ്പേനെ സൈഡാക്കി തന്നെ വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു കത്തി നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അത് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം, വിനീഷ്യസ് ജൂനിയർ ആ ഒരു
അതായത് വിനീഷ്യസ് ജൂനിയർ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറാണ്. അദ്ദേഹം വിങ് ചെയ്യുന്നത് പോലെ എംബാപ്പയ്ക്ക് വിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വിങ്ങിലൂടെ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലില്ല. ഓക്കെ, എംബാപ്പ എന്ന് പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെഫ്റ്റ് വിങ്ങറാണ്. വിനീഷ്യസ് ജൂനിയർ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെഫ്റ്റ് വിങ്ങറാണ്. എനിക്കൊരു വിനീഷ്യസ് ജൂനിയർ ആ ഒരു ടൈപ്പ് ഓഫ് വിങ്ങേഴ്സിനാണ് എനിക്കിഷ്ടം. ആ ഒരു കട്ടിങ് സൈഡിലോട്ട് ഉള്ളിലോട്ട് പോയിട്ട് അങ്ങനെ ആ ഒരു നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് വിങ്ങിങ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ വിനീഷ്യസ് ജൂനിയറിന് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വിന്നിങ് പൊസിഷൻ കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നമ്പർ 9 വേണം. ബെൻസിമയെ ഉള്ള സമയത്ത് വിനീഷ്യസ് ജൂനിയർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചത്. ഓക്കെ, നമുക്കറിയാം സിനദിൻ സിദാൻ ഉള്ള സമയത്ത് വിനീഷ്യസ് ജൂനിയറിന് അത്രയധികം ചാൻസസ് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ കാർലോ ആൻസലോട്ടി വന്നു വിനീഷ്യസ് ജൂനിയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കാരണം അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ കൺട്രോളിങ്ങും ഒക്കെ വെച്ച് റയൽ മാഡ്രിഡ് നമുക്കറിയാം ഫ്ലെമിംഗോയിൽ നിന്നും വളരെ ചെറുപ്പത്തിൽ നിന്ന് വിനീഷ്യസ് ജൂനിയറിനെ റാഞ്ചിയിട്ടുണ്ട് ബ്രസീലിയൻ പ്ലെയറിന് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ക്ലാസ് ബ്രസീലിയൻ പ്ലെയറിന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി റോഡ്രിഗോ ആയാലും വിനീഷ്യസ് ജൂനിയർ ആയാലും എൻട്രിക് ആയാലും എദർ മിലിറ്റാവോ ആയാലും എല്ലാ ബ്രസീലിയൻ യങ് ടാലൻസിനെയും വലിച്ച് റാഞ്ചി കൊണ്ടുവരുന്നുണ്ട് റയൽ മാഡ്രിഡ്. കാരണം വേറൊന്നുമല്ല, അതിലേതെങ്കിലും ഒന്ന് ക്ലിക്കായാൽ അത് വലിയൊരു കിട്ടലാണ്. അങ്ങനെയാണ് കാർലോ ആൻസലോട്ടി വിനീഷ്യസ് ജൂനിയറിനെ ട്രൈ ചെയ്യുന്നത്. അത് ട്രൈ ചെയ്തപ്പോൾ അത് വൻ സക്സസ് ആയി. അത്യാവശ്യം നല്ല പേസ് ഉള്ള പ്ലെയർ, കിട്ടിലൻ ഡ്രിബ്ലിങ്. ആ ഒരു സമയത്ത് കാർലോ ആൻസലോട്ടിയുടെ മുമ്പ് അദ്ദേഹത്തിന് ഫിനിഷിംഗ് ആയിരുന്നു പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ ബെൻസിമയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്, ഇവർ പാസ് കൊടുക്കണം, ഇവൻ നമുക്കെതിരെയാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ആ ഒരു വൈറലായ ആ ഒരു കോൺവേഴ്സേഷൻ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ടത് 2021-22 ആ സീസൺ എന്തായിരുന്നു നടന്നത് അത്. പിന്നെ നമ്മൾ വിനീഷ്യസ് ജൂനിയർ ബെൻസിമ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ കാണുന്നു. അത് വെച്ച് പ്രീ ക്വാർട്ടറിൽ ആരെയാണ് പൊട്ടിച്ച ഒരു ചാമ്പ്യൻസ് ലീഗിൽ PSG, ക്വാർട്ടർ ഫൈനലിൽ, അങ്ങനെ സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി, ഫൈനലിൽ ലിവർപൂൾ, അങ്ങനെ വമ്പന്മാരെയൊക്കെ പൊട്ടിച്ചിട്ട് ആ ചാമ്പ്യൻസ് ലീഗ് എടുക്കുക. അതും വെറുതെ അല്ല, ക്വാർട്ടറിൽ ചെൽസി കേട്ടോ, വെറുതെ അല്ല. അവരെ കയ്യിൽ നിന്ന് 2 ഗോൾ മേടിച്ച് പിന്നെ 3 ഗോൾ ബെർണാബിയിൽ ഒന്ന് തിരിച്ചടിച്ച്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ളതൊന്നും ഞാൻ പറയണ്ട, റോഡ്രിഗോ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ. അങ്ങനെ മൊത്തത്തിൽ വിനീഷ്യസ് ജൂനിയർ ആസ് എ പ്ലെയർ ആ ഒരു ടീമിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് ചെറുതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയറെ ഇപ്പോൾ സാലറി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഞാൻ പറഞ്ഞല്ലോ, സാലറി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ തൽക്കാലത്തേക്ക് അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഡിസ്കഷൻസ് ഒന്നും ഇപ്പോൾ കറൻ്റ് നടക്കുന്നില്ല. ഈ ഒരു സീസണിൻ്റെ തുടക്കം തൊട്ട്, ഓക്കെ, ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് ഒരു ഓഫർ വിനീഷ്യസ് ജൂനിയറിന് വെച്ചിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഇപ്പോൾ 18 മില്യൺ പെർ നെറ്റാണ്, 18 മില്യൺ യൂറോ പെർ നെറ്റാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി കിട്ടുന്നത്. ഓക്കെ, അത്യാവശ്യം എനിക്ക് തോന്നുന്നു 4ാം സ്ഥാനത്താണ് ഇപ്പോൾ. ടോപ്പ് 5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സാലറി പിടിക്കുന്ന ടോപ്പ് 5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 4ാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ. ടോപ്പ് എംബാപ്പയാണ്, അത് കഴിഞ്ഞ് അലാബ, പിന്നെ അത് കഴിഞ്ഞ് ബെല്ലിംഗാം, പിന്നെ വിനീഷ്യസ് ജൂനിയർ. അങ്ങനെയാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. പക്ഷേ വിനീഷ്യസ് ജൂനിയറിന് ബോണസും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് അദ്ദേഹം ടോപ്പ് 2 വരും. അപ്പോൾ ഈ ഒരു 18 മില്യൺ പെർ നെറ്റാണ് അദ്ദേഹം ഓൾറെഡി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് വെച്ച ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മില്യൺ പെർ നെറ്റാണ് വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കാം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ദി അത്ലറ്റിക് FC എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു മീഡിയ ഇട്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അവിടെ നിന്നും വായിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 20 മില്യൺ പെർ നെറ്റ് റയൽ മാഡ്രിഡ് ഒരു ഓഫർ വെച്ചു. പക്ഷേ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഏജൻറ്റ് അത് അങ്ങനെ റിജക്റ്റ് ചെയ്തു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് 30 മില്യൺ പെർ നെറ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ബോണസും ക്രെഡിറ്റും എല്ലാ പരിപാടികളും കൂട്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ 23-25 ആണ് വിനീഷ്യസ് ജൂനിയറിന് കിട്ടുന്നത്. അത് 30 മില്യൺ ആവണം. ആ ഒരു 30 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാലറിയാണ്. പക്ഷേ എറാ ഈസ് ഡിഫറെൻറ്റ്, ജനറേഷൻ ഈസ് ഡിഫറെൻറ്റ്. അന്നത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കറൻറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അതൊക്കെ ശരിയാണ്. ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ മേടിച്ചതിൻ്റെ അത്രയായി. അത് എംബാപ്പേനെയും ചവിട്ടി, ഐ മീൻ ഓവർടേക്ക് ചെയ്യും സാലറിയിൽ. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഏജൻറ്റ് റയൽ മാഡ്രിഡ് ടീമിനോട് പറഞ്ഞു. റയൽ മാഡ്രിഡ് ടീം ഒരു ഓഫർ വെച്ചു. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റയൽ മാഡ്രിഡ് ടീം ചോദിച്ചു, നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഏജൻറ്റ് ഈ 30 മില്യൺ ഓഫർ പറഞ്ഞു. അപ്പോൾ അത് റയൽ മാഡ്രിഡ് ടീമിന് തൽക്കാലം ഇപ്പോൾ കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് കറൻ്റ്ലി അവർ പറയുന്നത്, ദി അത്ലറ്റിക് FC എന്ന് പറയുന്ന മീഡിയയിൽ നിന്നും പറയുന്നത്. സോ അത് അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടക്കണം. 2023 വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത്, അത് 4 വർഷത്തേക്ക് 2027 വരെ. അപ്പോൾ ഇത് 2025-26 സീസണായി, ഓൾമോസ്റ്റ് പകുതിയായി. ഇനിയൊരു പകുതി സീസണും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ ഒന്നല്ലെങ്കിൽ റയൽ മാഡ്രിഡ് വിട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു സീസൺ കഴിഞ്ഞ് ഫ്രീ ഏജൻ്റ് ആവും. 2027 ഫ്രീ ഏജൻ്റ് ആവും. അദ്ദേഹം എങ്ങോട്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവും. അത് മേ ബി റയൽ മാഡ്രിഡ് സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ. 150 മില്യണൊക്കെയാണ് എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇട്ടിട്ടുള്ളത്, 150 മില്യൺ യൂറോ.
അപ്പോൾ അതൊരു ചെറിയ തുകയല്ല. റയൽ മാഡ്രിഡ് അത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടുക്കുകയാണെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു. എംബാപ്പെ ഒന്നും ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാത്തതിൻ്റെ പ്രശ്നം റയൽ മാഡ്രിഡിനുണ്ട്. അത് വിനീഷ്യസ് ജൂനിയറിന് നല്ലപോലെ ബാധിച്ചത് ആക്ച്വലി അത് വിനീഷ്യസ് ജൂനിയറാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ എംബാപ്പയ്ക്ക് എപ്പോഴും പാസ് കൊടുക്കുന്നുണ്ട്, അതേ വിങ്ങിലൂടെ കളിക്കുന്നുണ്ട്. അത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ക്ലാസ്സാണ്. ഒരു പ്രോപ്പർ നമ്പർ 9 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാം 2023-24 സീസണിൽ എങ്ങനെയാണ് വിനീഷ്യസ് ജൂനിയർ കളിച്ചത്. അത് വിനീഷ്യസ് ജൂനിയർ ആണ് ഓഫ് ദ സ്ട്രൈക്കർ. ഓക്കെ, പക്ഷേ അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെയൊക്കെ തന്നെയാണ് കളിച്ചത്. പക്ഷേ അവിടെ അവരെ ഹൊസേലും ആയാലും അങ്ങനത്തെ ലോൺ പ്ലേയേഴ്സൊക്കെ ആ ഒരു പ്രോപ്പർ നമ്പർ 9 റോൾ വഹിക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറിന് അദ്ദേഹത്തിൻ്റെ ആ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നില്ല. ചില മാച്ചസിൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വിനീഷ്യസ് ജൂനിയർ കട്ട് ഇൻസൈഡ് ചെയ്യുന്ന സമയത്ത് എംബാപ്പയുടെ ബോക്സിൻ്റെ പുറത്ത്, അപ്പോൾ ഡിഫൻഡേഴ്സ് അവിടെ ഈസി ആയിട്ട് നിൽക്കുന്നു. എംബാപ്പെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മാത്രമേ വിനീഷ്യസ് ജൂനിയറിന് കട്ട് ഇൻസൈഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, ഡിഫൻഡേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എംബാപ്പേൻ്റെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രോപ്പർ നമ്പർ 9 ചെയ്യേണ്ട കാര്യങ്ങൾ എംബാപ്പെ എപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എംബാപ്പെ ഒരു ക്ലാസ് പ്ലെയറാണ്. അദ്ദേഹം ഒരു സൈഡിൽ ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വിനീഷ്യസ് ജൂനിയർ സാബി അലൻസോ ഇഷ്യൂ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ സാബി അലൻസോ വന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ക്ലാസ് പ്ലെയറാണ്. ഓൾമോസ്റ്റ് വോൺ എ ബോളണ്ടിയർ. ഓക്കെ, ഒരു ബാലൻഡിയർ ഓൾമോസ്റ്റ് വിൻ ചെയ്തതുപോലെയാണ് വിനീഷ്യസ് ജൂനിയർ. ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് അദ്ദേഹം വിൻ ചെയ്യുകയും ചെയ്തു. അത് വിനീഷ്യസ് ജൂനിയർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ബാലൻഡിയർ ആയിരുന്നു. റോഡ്രിക്ക് വെറുതെ അരക്കിയെടുത്ത് കൊടുത്തതാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെ സാബി അലൻസോ എന്തായാലും ഇറക്കിയേ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർലോ ആൻസലോട്ടിക്ക് പകരം സാബി അലൻസോ ആണ് ആ ഒരു 2021-22 സീസണിൽ വന്നതെന്ന് വിചാരിച്ചു. ആ സമയത്ത് വിനീഷ്യസ് ജൂനിയർ ഒരു അത്ര അധികം പ്രൂവൺ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല വിനീഷ്യസ് ജൂനിയറിന് സാബി അലൻസോ ഇറക്കുന്നു ഇൻ കേസ് വന്നിരുന്നുവെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വിനീഷ്യസ് ജൂനിയറിൻ്റെ ലെവൽ വേറെ. അദ്ദേഹത്തെ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ പണി പോകണം. സാബി അലൻസോക്ക് 100 ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദിച്ചില്ല, അതിനൊക്കെ കൂടെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിനെ ബൂ ചെയ്ത സമയത്ത് സാബി അലൻസോ ഒരു പ്രസ് മീറ്റിൽ ചോദിച്ചു എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം, എന്താ വിനീഷ്യസ് ജൂനിയർ ബൂ ചെയ്തതിന്. അപ്പോൾ സാബി അലൻസോ പറഞ്ഞത് ഓഡിയൻസിന് അവരവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അവരുടെ എന്താണോ അവരുടെ ഇമോഷൻ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ റൈറ്റും ഉണ്ട്. ഓൾറെഡി സാബി അലൻസോ തന്നെ അവിടെ ആകെപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ റോഡ്രിഗോ വന്ന് 3-4 മത്സരം അടുപ്പിച്ച് നല്ല കിടിലം കളി കളിച്ച് മാച്ച് വിജയിച്ചു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. എംബാപ്പയായാലും റോഡ്രിഗോ ആയാലും എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് സാബി അലൻസോ തന്നെ അവിടെ പിടിച്ചിരിക്കുന്നത്. ആ സമയത്ത് പിന്നെ ഓഡിയൻസിനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങാനും കൂടി ബൂ ചെയ്യും. ആ അവസ്ഥയാണ് സാബി അലൻസോയുടേത്. അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ ആ ഒരു ബൂ ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ കാര്യങ്ങൾ. അദ്ദേഹം സാബി അലൻസോയുമായിട്ട് പിന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ സാലറി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം സാലറി മാത്രമല്ല കേട്ടോ. ഓക്കെ, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം സാലറി മാത്രമല്ല, കോച്ചുമായിട്ടുള്ള മാനേജറുമായിട്ടുള്ള ഒരു എന്താ പറയുക കണക്ഷൻ റിലേഷൻ പ്രശ്നം കൂടി ഉണ്ട്. ഓക്കെ, അതായത് സീസണിൻ്റെ തുടക്കം തൊട്ട് കുറച്ച് കഴിഞ്ഞ് കോച്ചും വിനീഷ്യസ് ജൂനിയറും അത്ര നല്ല റിലേഷനിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സാലറി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് ആലോചിക്കാനുണ്ട് എന്നാണ് റയൽ മാഡ്രിഡ് ടീം പറയുന്നത് എന്നാണ് അത്ലറ്റിക് FC എന്ന് പറയുന്ന മീഡിയ ഇട്ടത്. ഓക്കെ, അവർ പോസ്റ്റ് ചെയ്തത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സാലറി അവിടെ ഒരു സൈഡിലുണ്ട്. അത് മാത്രമല്ല, അത് ചിലപ്പോൾ മേ ബി ഒരു വലിയ ഇഷ്യൂ ഒന്നാവില്ല റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിന്. ചിലപ്പോൾ മേ ബി വിനീഷ്യസ് ജൂനിയറിന് ചിലപ്പോൾ മേ ബി അത് കൊടുത്തേക്കാം. ഇവിടെ കോച്ചുമായിട്ടുള്ള റിലേഷനും അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ വിനീഷ്യസ് ജൂനിയറിന് കണ്ടിന്യൂസ് ആയിട്ട് ചാൻസസ് കിട്ടുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നുണ്ട്, ടീമിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ലാസ്റ്റ് ഒക്ടോബർ 4-3 എങ്ങാണ്ടൊക്കെയായിട്ടാണ് അദ്ദേഹം ലാസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. അത് വളരെ ഒരു തിരിച്ചടിയാണ് വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗോൾ വരൾച്ചയാണോ ചോദിച്ചതൊന്നുമല്ല. ഓക്കെ, ഇതിന് മുമ്പ് മറ്റേ ആൻസലോട്ടി വരുന്നതിന് മുമ്പ് 10-23 മാച്ചസൊന്നും അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യാതെ നിന്നിട്ടുണ്ട്. ഇതിപ്പോൾ 11-12 മാച്ചസൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി വിനീഷ്യസ് ജൂനിയറിൻ്റെ ക്ലാസ് വെച്ച് അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഓക്കെ, പക്ഷേ വിനീഷ്യസ് ജൂനിയറാണ്, തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി വേറെയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. വിനീഷ്യസ് ജൂനിയറാണ്, തിരിച്ചു വരും. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരും. നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരെ റയൽ മാഡ്രിഡിൻ്റെ ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറയുമ്പോൾ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു ഡ്രിബ്ലിംഗ് അതൊക്കെയായിരുന്നു ആ ഒരു പർട്ടിക്കുലർ 2021-22 നമ്മളെ ഒരു ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെ പിന്നെ കണ്ടത്. സോ ആ ഒരു ക്ലാസ് നമ്മൾ എവിടെയോ മിസ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു വിനീഷ്യസ് ജൂനിയർ തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ഈ വിനീഷ്യസ് ജൂനിയർ അങ്ങനെ ക്ലബ്ബ് വിട്ട് പോകണേ അറിയില്ല, പറയാൻ പറ്റില്ല. എല്ലാം അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് വലിയൊരു ഓഫറുണ്ട്. അത് വിനീഷ്യസ് ജൂനിയർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് അറിയില്ല. അൽ അഹ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ്, എല്ലാവർക്കും അറിയാം. ആ ഒരു റിയാദ് മഹ്റസ് ഒക്കെ നിൽക്കുന്ന ആ ഒരു ടീം.
അൽ അഹ്ലി എന്ന് പറഞ്ഞ ക്ലബ്ബിന് വലിയൊരു ഓഫറുണ്ട്. ചിലപ്പോൾ മേ ബി അങ്ങോട്ടേക്ക് പോയാലും വിനീഷ്യസ് ജൂനിയർ പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോട്ട് പോകണം. അത് കിടലാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും റയൽ മാഡ്രിഡ് വിട്ട് പോകാൻ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ തന്നെ നിൽക്കട്ടെ, അവിടെ തന്നെ ഫോം ആവട്ടെ, കൂടുതൽ ഗോൾ സ്കോർ ചെയ്യട്ടെ. പിന്നെ എംബാപ്പെ വന്നതിന് ശേഷം വിനി ജൂനിയർ മാത്രമല്ലടേ എല്ലാവരും ഈ ലാസ്റ്റ് കലണ്ടർ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. 59 ഗോൾ എംബാപ്പയും, 14 ഗോൾ വിനീഷ്യസ് ജൂനിയർ, 10 ഗോൾ റോഡ്രിഗോ, 11 ഗോൾ ബെല്ലിംഗാം, 5 ഗോൾ എൻട്രിക്ക്. അങ്ങനെയൊക്കെയാണ്. വളരെ കുറവാണ് ബാക്കിയുള്ള പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന ആ ഒരു ഹോട്ട് ടോപ്പിക്, കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇപ്പോഴും സ്റ്റിൽ മീഡിയാസിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയക്കാർക്ക് എന്തായാലും വലിയൊരു ചാകരയാണ്. വരെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടായതുകൊണ്ട് ഡിസ്കസ് ചെയ്യാനൊരു ടോപ്പിക്കായി. സോ നമുക്കിനി നോക്കാം എന്താ വിനീഷ്യസ് ജൂനിയറിൻ്റെ റയൽ മാഡ്രിഡിലെ ഫ്യൂച്ചർ എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്.